അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒക്കെ പ്രിയങ്കരനായിട്ടുള്ള സോമസുന്ദരൻ സാർ അവരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രീ സതീഷ് ബാബു, ബഹുമാനി ഇന്ന് ആലപ്പുഴ MLA പ്രൊഫസർ KU അരുണൻ, SNDP സിവിൽ യൂണിയൻ പ്രസിഡന്റ് KR ബാലൻ, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർമാൻ ശ്രീ KR ബാലൻ, KR ജൈത്രൻ, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മഞ്ജുള അരുണൻ, മാറാക്കര പഞ്ചായത്ത് മെമ്പർ ശ്രീ KP നാരായണൻ, തിരുനാവായ പഞ്ചായത്ത് മെമ്പർ ശ്രീ T വേലായുധൻ, കൊപ്പം പഞ്ചായത്ത് മെമ്പർ TP നാരായണൻ, വേദിയിലെ സദസ്സിലെ ഉപവിഷ്ടരായ ബഹുമാന വ്യക്തിത്വങ്ങൾ, കുടുംബാംഗങ്ങൾ, തീയന്തിരുത്തി കുമ്പളപ്പറമ്പിൽ കുടുംബസംഗമം സംഘടിപ്പിക്കുക എന്ന വളരെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ആഗ്രഹം ഇന്ന് സഫലമായിരിക്കുന്നു. പല സ്ഥലങ്ങളിലായി താമസിക്കുന്ന ഒരേ തറവാട്ടംഗങ്ങളെ ഒരുമിപ്പിക്കുകയും സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കുകയും പരസ്പരം സഹായ സഹകരണങ്ങൾ ചെയ്യുകയും എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് നമ്മൾ ഈ കുടുംബസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടുതലായി ഒരു പ്രസംഗിച്ച് വലിയതില്ലാത്തതുകൊണ്ട് കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. ഈ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കുടുംബാംഗവും ഇരിങ്ങാലക്കുട MLA-യുമായ പ്രൊഫസർ KV അരുണൻ മാഷനും അദ്ദേഹത്തെ ഞാൻ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ പ്രൗഢഗംഭീരമാർന്ന ഈ ആഘോഷ പരിപാടികൾക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒക്കെ പ്രിയങ്കരനായിട്ടുള്ള ഇരിങ്ങാലക്കുട MLA പ്രൊഫസർ KU അരുണൻ സാറാണ്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദരണീയനായ അധ്യക്ഷൻ ശ്രീമാൻ സോമസുന്ദരൻ, പിന്നെ ശ്രീമാൻ KR ബാലൻ, എൻ്റെ സഹോദരൻ ശ്രീമാൻ KR ജൈത്രൻ, മുനിസിപ്പൽ ചെയർമാൻ കൊടുങ്ങല്ലൂർ, എൻ്റെ ഭാര്യ ശ്രീമതി മഞ്ജുള അരുണൻ, ചെയർപേഴ്സൺ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത്, ശ്രീ T വേലായുധൻ, മെമ്പർ തിരുനാവായ ഗ്രാമപഞ്ചായത്ത്, ശ്രീ KP നാരായണൻ, മെമ്പർ മാറാക്കര ഗ്രാമപഞ്ചായത്ത്, ശ്രീ TP നാരായണൻ, മെമ്പർ കൊപ്പം ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പല പല കാരണങ്ങളാണ്. അതിലൊന്ന്, കുമ്പളപ്പറമ്പിൽ വീട്ടുകാർ എല്ലാ പേരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരിക്കുന്നു എന്നുള്ളത് ഒരു ചരിത്രം. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ആ ചരിത്രത്തിൻ്റെ ഒരു ധന്യമായ മുഹൂർത്തത്തിൽ അതിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു എന്നതിൽ പരം സന്തോഷകരമായ മറ്റൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. സാധാരണ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയും, ഒരാള്, അയാളുടെ അച്ഛൻ, അയാളുടെ അമ്മ വരച്ചു അച്ഛനമ്മയിലേക്ക്, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അമ്മ ഒക്കെ നമുക്കറിയാം. വരച്ചു, പേരെഴുതി. അതിലോരോരുത്തരുടെയും അച്ഛനും അമ്മയും എഴുതേണ്ടി വരുമ്പോൾ പിന്നെ നമുക്കറിയുന്നില്ല. അവരൊക്കെ ജീവിച്ചിരുന്നിരുന്നവരാ, അറിയില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളത്തിൽ ഞാൻ അച്ഛൻ്റെ പേരറിയാം, അച്ഛൻ്റെ പേരറിയാം, അച്ഛൻ്റെ പേരും ചില കുറച്ച് പൈസ അവർക്ക് അറിയാം. അതിനപ്പുറം വരുമ്പോൾ അറിഞ്ഞുകൂടാ. അമ്മേരെ ആരാ അറിഞ്ഞുകൂടാ. എല്ലാവർക്കും ഗതി ഇത്. ഇപ്പോഴേ എഴുതിയൊക്കെ പഠിക്കണം. ഇപ്പൊ നമ്മൾക്ക് ഇതൊക്കെ വന്നുകൊണ്ട് അത്യാവശ്യം രേഖപ്പെടുത്തി വെക്കാം. പണ്ടത് പറ്റില്ലല്ലോ, ചരിത്രം വേണ്ട. അപ്പൊ എൻ്റെ ഒരു സഹോദരനുണ്ട്, ഡോക്ടർ വിനോദൻ. അതിൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറൊക്കെ ആയിട്ട് മടങ്ങി വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വന്നപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടാവും. അവിടെ ഇരിഞ്ഞാലക്കുട വന്നപ്പോൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. എല്ലാം അദ്ദേഹം ഒരു ഫാമിലി ട്രീ ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ വരാൻ പറ്റില്ല, ഇവിടെ 2 ദിവസം വന്ന് താമസിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ അടിയാൻ സോറി കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഭാര്യനാകണ ബാബു എറണാകുളം മരിച്ചു. അപ്പോൾ അങ്ങോട്ട് പോയതാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വന്നേനെ. അപ്പോൾ ഒരു സമൂഹത്തിൽ ഞാൻ പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ക്ഷമിക്കണം കേട്ടോ. ഞാൻ വലിയ കമ്മ്യൂണിസ്റ്റുകാരനായി ഒരുപാട് ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ ജയിച്ച ആളാണ്, മനസ്സിലായി.
അവർ ക്ഷമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സങ്കുചിതമായ കുടുംബ ബന്ധങ്ങളിലേക്ക് പൊതുപ്രവർത്തകന്മാര് ചെല്ലുന്നത് മോശമാണ്. എൻ്റെ കുടുംബം ഏതെന്ന് വെച്ചാൽ കുമ്പളർമ്മതല്ലല്ലോ, ലോകഭേദ അറിവാണ്. അത് നമ്മുടെ സാഹിത്യകാരന്മാരൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ലോകമാണ് മനുഷ്യന്റെ തറവാട്.